ഉത്പാദന മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വത്സൻ ബജറ്റ് അവതരണം നടത്തി. ഉൽപാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വത്സൻ ബജറ്റ് അവതരണം നടത്തി. 25,53,30,944 രൂപ വരവും 22,63,27,525 രൂപ ചെലവും 2,90,03,419 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം. കാർഷിക മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ പഞ്ചായത്തിന്റെ വിവിധ പാടശേഖരങ്ങൾ, ടില്ലർ പാത്ത്, ട്രാക്ടർ പാത, BCB, വില്ലേജ് കമ്മ്യൂണിറ്റി ബൗണ്ടറി എന്നിവയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. പാടശേഖരങ്ങളിൽ കൃഷി മെച്ചപ്പെടുത്തുന്നതിനും യന്ത്രോപകരണം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനും ഭവനീയമായ കൃഷി മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ പദ്ധതികൾ സഹായകമാകും. ഫലപ്രദമായ റോഡ്, പാതാ സംവിധാനങ്ങൾ കർഷകർക്ക് ഉൽപാദന പ്രവർത്തനങ്ങൾ എളുപ്പവും സുരക്ഷിതവും ആക്കുന്നതിൽ സഹായിക്കുകയും പ്രദേശത്തെ കാർഷിക ഉൽപാദനശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യും. വനിതാ ശാക്തീകരണ പദ്ധതികൾ. വനിതകളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമാക്കി വിവിധ സമഗ്ര പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനായി ജിം സ്ഥാപിക്കുകയും പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും ശുചിത്വപരമായ സൗകര്യം ഉറപ്പാക്കും. ഉൽപാദന മേഖലയ്ക്ക് പുറമെ സാമൂഹിക സാമ്പത്തിക പുരോഗതി മെച്ചപ്പെടുത്തുന്നതിനുതകുന്ന പദ്ധതികൾക്ക് ബജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. റോഡുകളുടെ നവീകരണം, കുടിവെള്ള പദ്ധതികളുടെ വ്യാപനം, മഴവെള്ള സംഭരണ സംവിധാനം, ശുചിത്വ പ്രവർത്തനങ്ങൾ, കർഷകർക്ക് പിന്തുണ പദ്ധതികൾ, ജൈവ കൃഷി പ്രോത്സാഹനം, വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപാദന യൂണിറ്റുകൾ, യുവാക്കൾക്ക് സംരംഭകത്വ പരിശീലനങ്ങൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കുള്ള ക്ഷേമ പദ്ധതികൾ, ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള പാർപ്പിട പദ്ധതികൾ എന്നിവയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൃഷി അനുബന്ധ മേഖലകൾക്ക് 7,65,99,283 രൂപ, കണക്കുകൾ, രേഖകൾ തയ്യാറാക്കൽ, ജനസേവനം കാര്യക്ഷമമാക്കൽ എന്നിവയ്ക്ക് 90 ലക്ഷം, പ്രാദേശിക സാമ്പത്തിക വികസനം, ചെറുകിട വ്യവസായം എന്നിവയ്ക്ക് 50 ലക്ഷം, പൊതുമരാമത്ത് 2,17 ലക്ഷം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യക്ഷേമം 1,30 ലക്ഷം, വനിതാ ശിശുക്ഷേമം 90 ലക്ഷം, ആരോഗ്യമേഖലയ്ക്ക് 85 ലക്ഷം, കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്ക് 47,19,000, പട്ടികജാതി വികസനം 45 ലക്ഷം, വിദ്യാഭ്യാസം, കലാ സംസ്കാരം 36 ലക്ഷം, പരിസ്ഥിതി സംരക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് 5,50,000 എന്നിങ്ങനെ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉപകേന്ദ്രങ്ങളുടെയും ആയുർവേദ ഹോമിയോ സേവന നിലവാരം ഉയർത്തൽ, പ്രതിരോധ ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേകമായി പ്രാധാന്യം നൽകുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് TV ഷമീമ ആമുഖ ഭാഷണം നടത്തി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP അബ്ദുൽ മജീദ്, അബ്ദുൽ അസീസ് പാമ്പുരത്തി, K ബാലസുബ്രഹ്മണ്യൻ, EP ഗോപാലകൃഷ്ണൻ, KP സജീവ്, KM ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ജനേഷ് സ്വാഗതവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഫസീല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊളച്ചേരി.